ഇത് തണുപ്പുള്ള സമയത്തുള്ള പ്രശ്നം. ഇനി നമുക്ക് ചൂടുള്ള സമയത്തുള്ള പ്രശ്നം പറയാം. ചൂടല്ല, നല്ല വെയിലുള്ള സമയത്തുള്ള പ്രശ്നം പറയാം. ടാറ്റയിലോട്ട് വരുമ്പോൾ അതിന് കോഡ്രാജെറ്റ് എന്ന പേരിൽ വിളിക്കും, ഫിയറ്റിൽ മൾട്ടിജെറ്റ് എന്ന് വിളിക്കും. ഈ വണ്ടിയിൽ വേറെ ഒരു ചാനലിലും കിട്ടാത്ത കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് വെക്കാം. വെൽക്കം ബാക്ക് ടു ദ എപ്പിസോഡ് ഓഫ് വൈൻസ് ആൻഡ് വണ്ടീസ്. ഇന്നൊരു സ്പെഷ്യൽ എപ്പിസോഡാണ്. നമ്മൾ സാധാരണ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നതല്ല. സാധാരണ നമ്മുടെ ബൈക്ക് വീഡിയോസ് ഒക്കെയാണ് ചെയ്യുന്നത്, നമ്മുടെ ചാനൽ കാണുന്നവർക്കറിയാം. പക്ഷെ എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ വളരെയധികം പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സെഗ്മെന്റ് ആണ് കോമ്പാക്ട് SUVs എന്ന് പറയുന്നത്. ഇപ്പോൾ ഉള്ള എല്ലാ വണ്ടിയും കോമ്പാക്ട് SUV ആണ്. ഇഗ്നിസ് തൊട്ട് മേ ബി ഈവൻ എസ്പ്രസോ വരെ ഇപ്പം കോമ്പാക്ട് SUV ആയിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. അതുകൊണ്ട് ഈ ഒരു സെഗ്മെന്റിലോട്ട് ഇറക്കിയാൽ മാത്രമേ മാനുഫാക്ചേഴ്സിന് അത്യാവശ്യം സെയിൽസ് നടക്കത്തുള്ളൂ എന്നൊരു കണ്ടീഷനിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കോമ്പാക്ട് SUVസിന്റെ സെയിൽസ് ഭയങ്കര കൂടുതലാണ് ഇന്ത്യയിൽ. ഇപ്പൊ നമ്മളൊരു പുതിയ വണ്ടിയാണ് നോക്കുന്നതെങ്കിൽ ഒരു 7 to 10 lakhs റേഞ്ച് ആയിട്ട് ഒരു പുതിയ വണ്ടി നോക്കാൻ പോയാൽ വാട്ട് യു വിൽ ഗെറ്റ് സംതിങ് വിത്ത് 3 cylinder ആൻഡ് ടെർബോ. ഒരു 10 താഴെ അല്ലെങ്കിൽ 7 ആ റേഞ്ചിലാണ് നോക്കുന്നതെങ്കിൽ യു വോണ്ട് ഈവൻ ഗെറ്റ് എ ടെർബോ, യു ഗെറ്റ് 3 cylinder ബോക്സ് കാസ്. അപ്പോൾ നോ ഒഫൻസ്, നല്ല വണ്ടികളൊക്കെ തന്നെയാണ്. പുതിയത് മേടിക്കാൻ ആഗ്രഹമുള്ളവർക്ക് എന്തായാലും ഉറപ്പായിട്ടും ചൂസ് ചെയ്യാൻ പറ്റിയ കുറെ വണ്ടികളുണ്ട് ഒരു 7 to 8 lakhs റേഞ്ചിൽ. ഓക്കെ, നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ തമ്മിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയായാലും നിങ്ങളൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടി നോക്കുന്നതോ അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് വണ്ടി യൂസ് ചെയ്യുന്നതോ പ്രീ ലൗഡ് ആയിട്ടുള്ള കാസ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് നമുക്ക് പറയാൻ കഴിയും. ആൻഡ് നിങ്ങൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ച ആ ഒരു ക്യാഷിന് ഏറ്റവും വാല്യൂ ഫോർ മണിയിൽ എന്ത് മേടിക്കാൻ പറ്റുമെന്ന് നോക്കുന്ന ആൾക്കാരാണ് നിങ്ങളെന്ന് ഉറപ്പായിട്ടും പറയാൻ കഴിയും. അതുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ ഇമ്പോർട്ടൻസ് അത് തന്നെയാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മളിപ്പം ചെയ്യുന്നത്. ആൻഡ് കമ്മിങ് ടു ദിസ് പർട്ടിക്കുലർ കാർ, ദിസ് ഈസ് ദി മാരുതി സുസുക്കി വിറ്റാര ബ്രെസ 2018 മോഡൽ ഡീസൽ. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു കാർ കൊണ്ടുവന്നതെന്ന് വെച്ചാൽ, ഡീസൽ 1.3 DDIS എന്ന് പറയുന്ന എഞ്ചിന് ഭയങ്കര ഫാൻ ഫോളോയിങ് ഉള്ള എഞ്ചിനാണ്. ബ്രെഡ് ആൻഡ് ബട്ടർ ഓഫ് മാരുതിയാണ്, ബ്രെഡ് ആൻഡ് ബട്ടർ ഓഫ് ടാറ്റ ആണ്. ടാറ്റയിലോട്ട് വരുമ്പോൾ അതിന് കോഡ്രാജെറ്റ് എന്ന പേരിൽ വിളിക്കും, ഫിയറ്റിൽ മൾട്ടിജെറ്റ് എന്ന് വിളിക്കും. ഫിയറ്റ് ആണ് ഇത് സംഭവം ഉണ്ടാക്കിയത്. 1.3 DDIS എഞ്ചിന്റെ മെയിൻ മാനുഫാക്ചേഴ്സ് എന്ന് പറയുന്നത് ഫിയറ്റ് ആണ്. അതിന്റെ OG മാനുഫാക്ചേഴ്സ് ഫിയറ്റ് ആണ്. ആൻഡ് ഫിയറ്റ് മെയ്ഡ് ദിസ് ഫോർ ദെയർ പുണ്ടോ, ലീനിയ അങ്ങനത്തെ കാറിനെല്ലാം ഫിയറ്റ് ഈ ഒരു 1.3 എഞ്ചിൻ മൾട്ടിജെറ്റ് എഞ്ചിൻ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് സ്വിഫ്റ്റിലോട്ട് വന്നു, പിന്നെ മാരുതി സ്വിഫ്റ്റിലോട്ട് കൊടുത്തു. സ്വിഫ്റ്റ് 2010 തൊട്ട് DDIS യൂസ് ചെയ്യുന്നത് വേണമെങ്കിൽ പറയാം. 2018 വരെയും മാരുതിയുടെ കയ്യിൽ ഈ എഞ്ചിൻ ഉണ്ടായിരുന്നു. ആൻഡ് വി ഹാവ് ദ സെയിം എഞ്ചിൻ ഇൻ ദിസ് കാർ. ആൻഡ് ഷവർലയിൽ അതിനെ സ്മാർട്ട് ടെക് എന്ന് വിളിച്ചു. ഏറ്റവും കൂറ പേര് കൊടുത്ത ഷവർലയാണ്. ആൻഡ് ടാറ്റ ഗേവ് ഇറ്റ് എ റിയലി നൈസ് നെയിം, കോഡ്രാജെറ്റ്. ആൻഡ് ദേ ഹാവ് ബീൻ യൂസിങ് ഇറ്റ് ഫോർ ദെയർ മാൻസ, ഇൻഡിക്ക, വിസ്ത. അതിനൊക്കെ വിസ്തയ്ക്ക് ഉണ്ടോ എന്ന് എനിക്ക് ഉറപ്പില്ല. മാൻസയ്ക്ക് ഉണ്ടായിരുന്നു, വിസ്തയ്ക്കും ഉണ്ടായിരുന്നു. വിസ്ത, ഇൻഡിക്ക, വിസ്തയ്ക്കും ഈ 1.3 മൾട്ടിജെറ്റ് ഉണ്ടായിരുന്നു. ആൻഡ് ദേ കോൾഡ് ഇറ്റ് കോഡ്രാജെറ്റ്. പക്ഷെ അങ്ങനത്തെ ഫൺ പാട്ടെന്ന് വെച്ചാൽ, വണ്ടി ഉണ്ടാക്കിയ ഈ എഞ്ചിൻ ഉണ്ടാക്കിയ ഫിയറ്റിനെ ആർക്കും വേണ്ട. ഫിയറ്റ് പുണ്ടോയും ഫിയറ്റ് ലീനിയയും ഈ എഞ്ചിൻ വെച്ച് ഓടുന്ന ആ വണ്ടി ആർക്കും വേണ്ട. പക്ഷെ അവരുടെ കയ്യിൽ നിന്ന് മേടിച്ച് ഓടുന്ന വണ്ടികളെ എല്ലാവർക്കും വേണം. ആൻഡ് റിയലി ബ്രെഡ് ആൻഡ് ബട്ടർ എഞ്ചിൻ ആയിരുന്നു ഇന്ത്യയുടെ ഒരു കാലത്ത്. അതുകൊണ്ട് തന്നെ ഈ എഞ്ചിന് ഇപ്പോഴും നല്ല ഫാൻ ഫോളോയിങ് ഉണ്ട്. ഇപ്പോഴും ഒരു സ്വിഫ്റ്റ് VD എന്നൊക്കെ പറഞ്ഞാൽ എന്തോ ലക്കി വിൻ ലോട്ടറി അടിച്ച സംഭവമാണ്. കിട്ടിയാ കിട്ടി, പോയാ പോയി. നല്ലൊരു വണ്ടി കിട്ടണമെങ്കിൽ നല്ലൊരു വണ്ടി കിട്ടും, പക്ഷെ ആരും കൊടുക്കാറുമില്ല. അങ്ങനെ നല്ലൊരു വണ്ടിയായിട്ട് ആർക്കും കിട്ടാറുമില്ല. അപ്പൊ കാരണം ദീ സ്വിഫ്റ്റ്സ് ആർ റിയലി ഓൾഡ്. ആൻഡ് നല്ല OG സ്വിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു VD നല്ല എഞ്ചിനുള്ള സ്വിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല 2010-12 ആണ്. അത് കുറെ ചിലമ്പിക്കലും കാര്യങ്ങളും ഒക്കെ വന്നതുകൊണ്ട് തന്നെ ഈ എഞ്ചിൻ പിന്നെ വന്നിട്ടുള്ള വണ്ടി എന്ന് വെച്ചാൽ ലേറ്റർ വേർഷൻസ് ഓഫ് മാരുതി ഈ വണ്ടിയിൽ വരുന്നുണ്ട്. സിയാസിനകത്ത് വരുന്നുണ്ട്, വിച്ച് ഇസ് റിയലി സ്മൂത്ത് ഇൻ സിയാസ്. ഒരു കുറച്ച് ഡീറ്റ്യൂൺ ചെയ്താണ് സിയാസ് വന്നിട്ടുള്ളത്. 1.3 ലിറ്റർ എഞ്ചിൻ ആയതുകൊണ്ട് ആ ടെർബോ ലാഗും കാര്യങ്ങളും കുറച്ച് കൂടുതലാണ്. പക്ഷേ സ്റ്റിൽ ഇറ്റ് ഇസ് റിയലി എൻജോയബിൾ. ഒന്ന് കാല് കൊടുത്താൽ ഇറ്റ് ടേക്സ് ഇറ്റ്സ് ഓൺ സ്വീറ്റ് ടൈം ടു ഗെറ്റ് ഇൻ ടു ഇറ്റ്. പിന്നെ ഒരു പോക്കാണ്, പിന്നെ കയറിക്കോളൂ. ആ ഒരു സ്പീഡ് കയറാനുള്ളൊരു ആദ്യത്തൊരു ലാഗ് ഉണ്ട്. ഒരു 2 RPM വരെ ഒക്കെ കയറണം, എന്നാലേ ആ ടെർബോ കയറത്തുള്ളൂ. അതിനുശേഷം വെൽ ആൻഡ് ഗുഡ്, നല്ല രീതിയിൽ പുള്ളി ചെയ്യും. ആൻഡ് കമ്മിങ് ടു ദിസ് പർട്ടിക്കുലർ വണ്ടി, ഇതിന്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ, നമ്മുടെ മാരുതി ഇഗ്നിസ് ഒക്കെ കണക്ക് തന്നെ ഇതിന്റെ ടയറൊക്കെ 4 കോർണേഴ്സിലോട്ടാണ് വെച്ചേക്കുന്നത്. ആ കറക്റ്റ് ഒരു ബോക്സ് ഷേപ്പ്, പക്ക ഒരു ഫ്രിഡ്ജാണ് ഈ വണ്ടി. അങ്ങനെ എയറോഡൈനാമിക്സിന് വേണ്ടിയിട്ട് ഒരു കാര്യം ഈ വണ്ടിയിൽ ചെയ്തിട്ടില്ല. ഇഗ്നിസ് എന്ന് പറഞ്ഞപ്പോൾ വണ്ടി കൂടി ഒരു ഇഗ്നിസ് പോകുന്നുണ്ട്. ഈ ഇഗ്നിസിനകത്ത് കാണുന്ന കണക്ക് ടയേഴ്സ് എല്ലാം ഭയങ്കര കോർണേഴ്സിലോട്ട് പുഷ് ചെയ്ത് വെച്ചിരുന്ന ടൈപ്പ് വണ്ടിയാണിത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു സ്പീഡ് കയറാൻ നേരത്തെ അത്യാവശ്യം ഒരു കോൺഫിഡൻസ് ഉണ്ട്. പക്ഷെ സ്പോർട്ട്നെസ് നത്തിങ് കം. സ്ട്രെയിറ്റ് ലൈനിൽ നല്ല രസമാണ്. വളവിലോട്ടൊക്കെ കൊണ്ടുപോയി ഇത് സ്പോർട്ടി എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ എന്നെ ചീത്ത വിളിക്കാൻ വേണ്ടി അത് പറയുന്നില്ല. സ്പോർട്ട്നെസ് ഒന്നുമില്ല, എന്നാലും സ്ട്രെയിറ്റ് ലൈനിൽ ആ ഒരു ടെർബോ ലാഗ് കഴിഞ്ഞാലുള്ള പുള്ളുണ്ടല്ലോ,
ഈ ഒരു ബ്രെസ്സ ഡീസലിന് നല്ല രീതിയിൽ മാരുതി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും നല്ല ഫാൻസ് ഉണ്ട് ഈ ഡീസൽ എഞ്ചിന്. അപ്പൊ അത് പറയാനാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നത്. നമുക്ക് ഈ വിത്താര എന്നുള്ളത്, ബ്രെസ്സയുടെ കൂടെ വിത്താര എന്നുള്ള നെയിം വന്നത് എങ്ങനെ നമുക്ക് ഡിസ്കസ് ചെയ്യാം ആദ്യമേ, എന്നിട്ട് നമുക്ക് ഈ വണ്ടിയിലോട്ട് വരാം. ഈ വിത്താര എന്ന് പറഞ്ഞ വണ്ടി നമ്മുടെ കിസാഷിയൊക്കെ കണക്ക് തന്നെ ജാപ്പനീസ് ബിൽഡ് ആയിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ വന്നൊരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു വണ്ടിയാണ് വിത്താര എന്ന് പറയുന്നത്. എന്തുകൊണ്ടോ അന്നത്തെ ഇന്ത്യൻ പോപ്പുലേഷൻ കസ്റ്റമേഴ്സ് അതിന് വലിയൊരു വില കൊടുത്തിട്ടില്ല. വില കൊടുത്തില്ല എന്ന് മാത്രമല്ല, ആൾക്കാർ അത് വലുതായിട്ട് വാങ്ങിച്ചതുമില്ല. നമ്മുടെ കിസാഷി ഒക്കെ വന്നതുപോലെ തന്നെ വന്നു പോയി. പക്ഷെ കുറച്ച് പേര് ഇത് മേടിച്ചവരത് ഇപ്പം കൊടുക്കാറുമില്ല. അവർ നല്ലൊരു വണ്ടി കൊണ്ടുനടക്കുന്നുണ്ട്. ഉള്ള വണ്ടികളൊക്കെ അത്യാവശ്യം കടന്ന് ഓടുന്നുണ്ട്. അപ്പം ബാംഗ്ലൂരിലൊക്കെ ആയാലും അത്യാവശ്യം വിത്താരാസ് റണ്ണിങ് പ്രിറ്റി ഗുഡ്, കിസാഷീസ് ഒക്കെ ഓടുന്നുണ്ട്. അപ്പോൾ അത് വളരെ നല്ലൊരു വണ്ടിയായിരുന്നു. പക്ഷെ അത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ സെഡാൻസും ഹാച്ച് ബാഗ്സും ഒക്കെ യൂസ് ചെയ്ത ആൾക്കാർ പയ്യെ അവർക്കൊരു വലിയ വണ്ടി വേണം എന്നുള്ള രീതിയിലായി. വലിയ വണ്ടി എന്തോ സ്റ്റേറ്റസ് സിമ്പിൾ ആണ് എന്നുള്ള രീതിയിലോട്ട് മാറി ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനത്തെ ചിന്തയുടെ ഭാഗമായിട്ടാണ് കോമ്പാക്ട് എസ് യു വി, സബ് 4 മീറ്ററിൽ ഉള്ള എല്ലാ വണ്ടിയും കോമ്പാക്ട് എസ് യു വി ആയത്. ബട്ട് കമ്പയറിംഗ് ടു ഓൾ ദോസ് കാർസ്, കുറച്ചെങ്കിലും ഈ ഒരു കോമ്പാക്ട് എസ് യു വി എന്നുള്ളൊരു പേരിനോട് കുറച്ചെങ്കിലും അടുത്ത് നിൽക്കുന്ന ഒരു വണ്ടികളിൽ ഒന്നാണ് ഈ വിത്താര ബ്രെസ്സ എന്ന് പറയുന്നത്. ഓക്കെ, വിത്താര എന്നുള്ള പേര് ഇറ്റ് ഈസ് നത്തിങ് ക്ലോസ് ടു വിത്താര എന്നുള്ള പേര് ജസ്റ്റ് എ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. ഇപ്പൊ നമ്മുടെ ട്രയംഫ്, ട്രക്സ്റ്റൺ 400 ഒക്കെ ഇറക്കിയാണ് വലിയ ട്രയംഫിന്റെ പേരെടുത്തിട്ട് ചെറിയ വണ്ടി കിട്ടും. ദാറ്റ്സ് എ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. അതിനകത്തൊന്നും വലിയ കാര്യമില്ല. പക്ഷെ ഇൻ മെനി വേസ് ദിസ് ഈസ് എ കോമ്പാക്ട് എസ് യു വി കമ്പയറിംഗ് ടു അതർ എസ് യു വിസ് ലൈക്ക് all the cars are SUVs right now. കാരണം ഈ ഒരു വണ്ടിക്ക് 4-wheel drive ഇല്ല, ഫ്രണ്ട് വീൽ ഡ്രൈവ് വണ്ടിയാണ്. ആൻഡ് no cars which have the name as compact SUV comes with 4-wheel drive except one car. അത് നിങ്ങൾക്ക് അറിയാം ഏത് വണ്ടിയാണ് വരുന്നതെന്ന്. അതും മാരുതിയുടെ ഒരു വണ്ടിയാണ്. കമന്റ് ഡൗൺ ബിലോ. ഓക്കെ, അത് ഏത് വണ്ടിയാണെന്നുള്ളത്. ഇത്രയും നേരം നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ഓൾസോ. കാരണം നമ്മൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഐ നീഡ് യുവർ സപ്പോർട്ട് ടു ഗ്രോ ദിസ് ചാനൽ. And if this is entertaining and it is useful for you guys, please do like and subscribe. Okay. നിങ്ങൾക്ക് അറിയാം ഏത് വണ്ടിയാണ് ഒരു 4x4 ആയിട്ട് മാരുതി ഇറക്കിയിട്ടുള്ളതെന്ന്. അതിന് വലിയൊരു ജനസമൃദ്ധി ആദ്യം ഇറങ്ങിയ സമയത്തുണ്ടായിരുന്നു. പക്ഷെ പിന്നെ പോകെ അതിന്റെ ആ ഒരു പോപ്പുലാരിറ്റിയും കാര്യങ്ങളും ആ ഒരു പ്രൈസ് റേഞ്ച് കാരണം കുറഞ്ഞു പോയി. വെളിയിലൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള വണ്ടിയാണ്. ദ കാർ റൈറ്റ്. പക്ഷെ നിങ്ങൾക്ക് അറിയാത്ത വേറൊരു കാറുണ്ട്. ഈ കോമ്പാക്ട് എസ് യുകളൊക്കെ ഇറങ്ങിയ സമയത്ത് കോമ്പാക്ട് എസ് യു വി ആണോ എന്ന് ചോദിച്ചാൽ അതുമല്ല, എന്നാൽ ഹാച്ച് ബാഗ് ആണെന്ന് ചോദിച്ചാൽ അതുമല്ല, വാൻ ആണെന്ന് ചോദിച്ചാൽ അതുമല്ല, ഒന്നും അല്ലാത്ത രീതിയിൽ ഇറങ്ങിയൊരു വണ്ടിയുണ്ട്. അത് ആരും ശ്രദ്ധിക്കാതെ പോയി. പക്ഷെ ഇപ്പം കുറച്ച് അതിനൊരു പോപ്പുലാരിറ്റി കയറി വരുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഇസ് റിയലി നൈസ് ഫൺ കാർ ടു ഡ്രൈവ്. അതിനകത്ത് 4x4 വരുന്നില്ല, പക്ഷെ ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റം ഒക്കെ വരുന്നുണ്ട്. അത് ആ കാലത്ത് അത് എന്താണ് ആൾക്കാർക്കൊന്നും മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് തന്നെ ആരും ഇത് മേടിച്ചിട്ടുമില്ല. അങ്ങനത്തെ ഒരു കാറായി പോയി. ദാറ്റ് വാസ് ദ ഓൺലി വൺ വിച്ച് ക്യാൻ ബി കോൾഡ് ക്ലോസ് ടു എ കോമ്പാക്ട് എസ് യു വി. ബട്ട് കമ്മിങ് ടു ദിസ് കാർ, ഒരു എസ് യു വി എന്നൊക്കെ പറയാൻ നമുക്ക് കുറച്ചെങ്കിലും കഴിയും. കാരണം നമുക്ക് ഭയങ്കര ചെറിയ വഴിയിലൂടെ ഒക്കെ പോകുമെന്ന് വെച്ചു. അപ്പം പെട്ടെന്നൊരു എന്താ പറയുക, ഒരു സ്ഥലത്തോട്ട് നമുക്ക് സൈഡ് കൊടുക്കണം, ഇച്ചിരി ഒരു കയറ്റത്തിലോട്ട് സൈഡ് കൊടുക്കണമെങ്കിൽ ഈ കാർ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കയറ്റത്തിലോട്ട് ഓടി കയറത്തില്ല, അതിനുള്ള പവറും കാര്യങ്ങളൊന്നും ഇല്ല, ബിക്കോസ് ഇറ്റ് ഈസ് 1.3 ഉള്ളി. പക്ഷെ നമുക്ക് ആ കയറ്റത്തോട്ട് കാല് കൊടുത്താൽ കയറും. വണ്ടി കുറച്ച് കഷ്ടപ്പെടുത്തിയാൽ വണ്ടി കയറും. കഷ്ടപ്പെടുത്താതെ തന്നെ ജസ്റ്റ് ഒന്ന് കയറ്റി വെക്കാനാണെങ്കിൽ അതിനുള്ളൊരു ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളും ഇതിനുണ്ട്. ഗ്രൗണ്ട് ക്ലിയറൻസ് വലിയ കാര്യങ്ങളൊക്കെ അടി തട്ടും. എന്നാൽ പോലും ആ ഫ്രണ്ടിലത്തെ ആ ഒരു അപ്രോച്ച് ആംഗിൾ ഉണ്ടല്ലോ, ആ ആംഗിൾ ഭയങ്കര സ്ലീക്കാണ്. നമുക്ക് സാധാരണ ബാക്കിയുള്ള കോമ്പാക്ട് എസ് യു വിസ് എന്ന് പറയാൻ നേരത്ത് ഹാച്ച് ബാക്കിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളും തന്നെ ഉള്ളൂ. പക്ഷെ ഈ വണ്ടിക്ക് ആ ഒരു, ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്, ഈ വണ്ടി ഓടിച്ചു പോകുന്ന നേരത്ത് നമുക്ക് ആ ഒരു അപ്രോച്ച് ആംഗിൾ ഭയങ്കര കുറച്ചും കൂടി ഒരു മേലോട്ടാണ്. അതുകൊണ്ട് തന്നെ പല വലിയ ഒബ്സ്റ്റക്കിൾസും ഇതിന്റെ ഫ്രണ്ടിൽ തട്ടി നമുക്ക് പ്രശ്നം ഉണ്ടാകത്തില്ല. ബാക്ക് കൊണ്ട് നമുക്ക് എവിടെയെങ്കിലും കയറ്റണമെങ്കിൽ തന്നെ ബാക്കിലത്തെ ഡിപ്പാർച്ചർ ആംഗിളും ഒരു സ്ഥലത്ത് നിന്നൊക്കെ ഒരു സ്ലോപ്പിൽ നിന്നൊക്കെ ഇറങ്ങി വരുമ്പോൾ വലിയ തട്ടൊക്കെ ഒന്നും ഇതുവരെ തട്ടിയിട്ടില്ല. മറിച്ചിറക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ആംഗിൾ വൈസ് ഇറ്റ് ഇസ് ഗുഡ് ആൻഡ് വി ക്യാൻ കോൾ ദിസ് pretty close to a compact SUV comparing to other compact SUVs. പിന്നെ വേറൊരു ഗുണമെന്ന് വെച്ചാൽ ഇതിന്റെ സ്റ്റിയറിംഗ് ഒക്കെ അത്യാവശ്യം വലുതാണ്. ആൻഡ് യു ഗെറ്റ് ദ ഫീൽ ഓഫ് എ കോമ്പാക്ട് SUV. ലൈക്ക് SUV ഒരു ബോഡി ഓൺ ലാഡർ ഫ്രെയിമുള്ള വണ്ടി ഓടിക്കുന്ന ആ ഫീൽ കിട്ടുമെന്നല്ല ഞാൻ പറയുന്നത്. സ്റ്റിയറിംഗ് ഒക്കെ ഈ ഒരു ബ്രസ, ഈ 2018 ബ്രസ വരെ സ്റ്റിയറിംഗ് ഒക്കെ അത്യാവശ്യം ടൈറ്റ് ആക്കി തന്നെ വെച്ചേക്കുന്നത്. ആൻഡ് ഇറ്റ് ഇസ് നോട്ട് സോ ഗുഡ് ഇൻ എ ട്രാഫിക് ഓർ ഭയങ്കര കൊച്ചി ട്രാഫിക് അല്ലെങ്കിൽ ബാംഗ്ലൂർ ട്രാഫിക്കിൽ കൊണ്ടിട്ട് ഓടിക്കാൻ നേരത്ത് കുറച്ച് ടയറിംഗ് ആണ് സിറ്റിയിൽ. പിന്നെ ഒരു ലോങ് ട്രിപ്പ് ഒക്കെ പോകാൻ നേരത്തും ഒരുപാട് ട്രാഫിക്കിന് വിടവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് ടേൺസും ട്വിസ്റ്റും ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ച്
ബലം കൊടുത്ത് തന്നെയാണ് നമ്മൾ ഓടിക്കുന്നത്. കുറച്ച് ടൈറ്റർ സൈഡ് ആണ് ഇതിന്റെ സ്റ്റിയറിംഗ് എന്ന് പറയുന്നത്. ബട്ട് ഐ ലൈക്ക് ദാറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളൊരു വലിയ വണ്ടി ഓടിക്കുന്ന ഫീൽ കിട്ടണമെങ്കിൽ ആ ഒരു ടൈറ്റ്നെസ് വണ്ടിയുടെ സ്റ്റിയറിംഗിന് വേണം. ആൻഡ് ഇറ്റ് ഇസ് റിയലി ഗുഡ് വെൻ വി ഗോ ഫോർ എ നല്ലൊരു മലകയറ്റമൊക്കെ കയറാൻ നേരത്ത് ലൈറ്റ് സ്റ്റിയറിംഗ് ആണെങ്കിൽ നമുക്ക് ആ ടയറിന്റെ പൊസിഷൻ ഒന്നും മനസ്സിലാവത്തില്ല. എവിടെയാണ് ടയർ നിൽക്കുന്നത്, എങ്ങോട്ടാണ് വണ്ടി പോകുന്നത്, ആ ഒരു പൊസിഷൻ കാര്യങ്ങൾ മനസ്സിലാവത്തില്ല. പക്ഷെ ഈ ഒരു വണ്ടിയിൽ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ 4 ടയറും 4 കോർണേഴ്സ്, 4 വീലും 4 കോർണേഴ്സിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ സ്റ്റിയറിംഗും അത്യാവശ്യം ടൈറ്റർ സൈഡിലായതുകൊണ്ട് നമുക്കൊരു ഫീൽ കിട്ടും. ഓരോ വീലിലും എന്താണ് സംഭവിക്കുന്നെന്നുള്ളതിന്റെ ഒരു ഫീൽ നമുക്ക് ഈ ഒരു വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. സെക്കൻഡ് ഹാൻഡ് ഈ ഒരു വാഹനം എടുക്കാൻ വരുന്ന ആൾക്കാർ ആദ്യമേ നോക്കേണ്ട കാര്യങ്ങളിൽ ഒന്നാണ് ഈ വണ്ടിയുടെ സ്റ്റിയറിംഗ്. അപ്പം സ്റ്റിയറിംഗിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് പറയാം. അത്യാവശ്യം ഓടിയ വണ്ടിയൊക്കെ ആണെങ്കിൽ സ്റ്റിയറിംഗ് ഒരു 90 to 1 lakh കിലോമീറ്റർ ആകുമ്പോൾ സ്റ്റിയറിംഗ് റാക്കാണ് ഇതിനകത്തിരിക്കുന്നത്. സ്റ്റിയറിംഗ് റാക്കിന് ചെറിയ കംപ്ലൈന്റ് വരാൻ ചാൻസ് ഉണ്ട്. സെക്കൻഡ്സ് നോക്കുന്ന ആൾക്കാർ ഉറപ്പായിട്ടും സ്റ്റിയറിംഗ് റാക്ക് നോക്കി മാത്രം മേടിക്കുക. പിന്നെ ഡീസൽ ആയതുകൊണ്ട് ഡീസലിനുണ്ടാവാനുള്ള പുകയും കാര്യങ്ങളും ഉണ്ടോ എന്ന് നോക്കുക. ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് എഞ്ചിനാണ് 1.3 എന്ന് പറയുന്നത്. 10-12 വർഷമായിട്ട് കിടന്ന് ഓടുന്നുണ്ട്. പല രാജ്യങ്ങളിലും പല സ്ഥലത്തുമായിട്ട് ഈ വണ്ടിയുടെ എഞ്ചിൻ ഇസ് റിയലി ഗുഡ്. ഈ വണ്ടിയിലല്ലല്ലോ ഉണ്ടാക്കിയത് ഫേറ്റ് ആയതുകൊണ്ട് തന്നെ എഞ്ചിൻ വൈസ് യു ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് ഇറ്റ്. എഞ്ചിൻ വൈസ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ അബ്യൂസ് ചെയ്ത വണ്ടികൾ എടുക്കാതിരിക്കുക. നമ്മളിപ്പോൾ കുറെ നാളുകൊണ്ട് ഈ വണ്ടി ഓടിക്കുന്നുണ്ട്. എന്നിട്ട് ആകെപ്പാടെ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടി വന്നിട്ടുള്ളത് ഒരു വട്ടം എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്തു, ഓയിൽ ഫിൽറ്റർ ചേഞ്ച് ചെയ്തു. പിന്നെ നമുക്കൊരു കോസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് അതിന്റെ ഫ്രണ്ടിലത്തെ ഒരു ചെയിൻ ബെൽറ്റ് ഉണ്ടല്ലോ, ബെൽറ്റിനകത്ത് വരത്തില്ല, അതിന് വേറെ ഒരു ചെയിൻ ഒരു സാധനം വരും. അത് ചേഞ്ച് ചെയ്ത് ഒരു 650-700 ആ റേഞ്ചിൽ അങ്ങോട്ടേ വരത്തുള്ളൂ. സാധാരണ നോർമൽ സർവീസ് മാരുതി സർവീസ് ഒക്കെ ചെയ്യാൻ നേരത്ത് അറിയാലോ, ഒരു 3000 രൂപയ്ക്കകത്തൊക്കെ ആവും കമ്പനി സർവീസ് ചെയ്യാൻ നേരത്ത്. അത്രയൊക്കെ ഉള്ളൂ. പാർട്സ് ചേഞ്ച് ഒന്നും ഇല്ലെങ്കിൽ പാർട്സ് ചേഞ്ച് ഒന്നും വലുതായിട്ട് വരത്തില്ല. ഇങ്ങനത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ ഈ ഒരു വണ്ടി സെക്കൻഡ് ഹാൻഡ് എടുക്കാൻ നേരത്ത് നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ. ആണോ എല്ലാവരും അവിടെ കയറി വരുന്നുണ്ടോ ഒരു ഗ്യാപ്പ് കൊടുത്തപ്പോൾ? അങ്ങനെ നോൺ കംപ്ലൈൻറ്റ്സ് ഒന്നും ഈ ഒരു ബ്രസ ഡീസലിന് വരുന്നില്ല. ഡീസൽ വണ്ടികൾക്ക് വരുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. കാർബൺ ഡെപ്പോസിറ്റ് കുറച്ച് കൂടുതലായിരിക്കും. കാർബൺ ഡെപ്പോസിറ്റ് കൂടുതൽ എന്ന് വെച്ചാൽ ഒരു 80,000-90,000 കിലോമീറ്റേഴ്സ് കഴിയുന്ന നേരത്ത് നമ്മുടെ ടെർബോയ്ക്കുള്ള ലാഗും കാര്യങ്ങളും ഒക്കെ ഒന്ന് കുറച്ച് കൂടും. ഒരു 1300 RPM അല്ലെങ്കിൽ 1600 RPM-നകത്ത് ടെർബോ ഓൺ ആവേണ്ടതിന് പകരം 1700 അല്ലെങ്കിൽ 2000 RPM ശേഷമൊക്കെ ടെർബോ ഓൺ ആവുന്ന ഒരു കണ്ടീഷൻ വരും. അപ്പൊ ആ ഒരു കണ്ടീഷൻ വരുമ്പോൾ നിങ്ങൾക്ക് വണ്ടി കുറച്ച് ചടപ്പായിട്ട് ഫീൽ ചെയ്യും. അതിന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് കൊണ്ടുപോയി ഡീകാർബണൈസ് ചെയ്യുക. പിന്നെ ടെർബോ ഒന്ന് കാണിക്കുക സർവീസ് സെന്ററിൽ. വലിയ കോസ്റ്റ് ഒന്നും ആവത്തില്ല. ഡീകാർബണൈസേഷൻ ചെയ്യാൻ നേരത്തെ തന്നെ എക്സോസ്റ്റ് കറക്റ്റായിട്ട് റൺ ചെയ്തിട്ടേ അത്യാവശ്യം വണ്ടിയുടെ ടെർബോയുടെ ലാഗും കാര്യങ്ങളൊക്കെ ഒന്ന് മാറി കിട്ടും. പിന്നെ 1 lakh കഴിഞ്ഞാറായ വണ്ടിയാണ് എടുക്കുന്നതെങ്കിൽ യു വിൽ ഗെറ്റ് ഇറ്റ് ഫോർ റിയലി ചീപ്പ് പ്രൈസസ്. 1 lakhന് ശേഷമാണെങ്കിൽ ഒരു ഞാൻ പ്രൈസ് പറയുന്നില്ല, കാരണം നിങ്ങൾ ഈ വീഡിയോ എപ്പോഴാണ് കാണുന്നത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് പ്രൈസ് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ ഉള്ള പ്രൈസിനെ കാട്ടിയും കുറച്ചുകൂടെ പ്രൈസിന് താഴെ കിട്ടും 1 lakh കഴിഞ്ഞ വണ്ടിയാണെങ്കിൽ. നിങ്ങൾ അത് വിഷമിച്ചെടുക്കാതിരിക്കേണ്ട. 1 lakh കഴിഞ്ഞ വണ്ടിയാണെങ്കിൽ എന്തായാലും 1 lakhന്റെ സർവീസ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാം. 1 lakhന്റെ സർവീസ് ചെയ്ത വണ്ടി ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് ന്യൂ. പിന്നെ ഒരു 1,00,000 കിലോമീറ്റർ വണ്ടി സുഖമായിട്ട് ഓടിക്കുള്ളൂ. പിന്നെ 1 lakhന് തൊട്ടടുത്തിരിക്കുന്ന വണ്ടിയാണെങ്കിൽ നിങ്ങളെ കയ്യിൽ നിന്ന് ക്യാഷ് എടുത്തിട്ട് ആ സർവീസ് ചെയ്യേണ്ടി വരും. വലിയ ക്യാഷ് ഒന്നും ആവത്തില്ല. സോ യു ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് ദാറ്റ് പാർട്ട് ഓൾസോ. ഒരു മാരുതി വണ്ടി കൊണ്ട് കിടക്കാം. നമ്മളൊരു സാധാ ഹാച്ച് ബാക്ക് അല്ലെങ്കിൽ ഒരു കുഞ്ഞ് വണ്ടിന്നാണ് അപ്ഗ്രേഡ് ചെയ്ത് വരുന്നതെങ്കിൽ, ഒരു വാഗണറിനൊക്കെ അപ്ഗ്രേഡ് വരുന്ന ആൾക്ക് അല്ലെങ്കിൽ ഒരു റിറ്റ്സിനൊക്കെ അപ്ഗ്രേഡ് വരുന്ന ആൾക്ക് നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു വണ്ടി എന്ന് പറയുന്നത്. റിറ്റ്സിന്ന് വരുന്നവർക്ക് ആ ഒരു സെയിം എഞ്ചിനുള്ള വണ്ടി ആയതുകൊണ്ട് ഉള്ളൊരു വിഷമം കാണും. കാരണം 1.3 DDIS ഇൻ റിറ്റ്സ് ഇസ് റിയലി ഫാസ്റ്റ്. ഇതിനകത്ത് കുറച്ച് സ്ലോ ആണ്, കാരണം വലിയൊരു വണ്ടിയല്ലേ. സൈസ് ഉണ്ട് വണ്ടി കേട്ടോ. നമുക്ക് ഒരു റിറ്റ്സ് കൊണ്ട് നടക്കുന്ന കണക്ക് പെട്ടെന്ന് കൊണ്ട് നടക്കാൻ പറ്റത്തില്ല. അതായത് ശരി ആ സ്വിച്ച് ചെയ്യുന്ന സമയത്ത്. പിന്നെ വണ്ടിയായിട്ട് ഇണങ്ങുമ്പം പ്രശ്നമില്ല, സീനില്ല. വണ്ടിയായിട്ട് നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ആയി പോയിക്കോളൂ. പക്ഷെ റിറ്റ്സിന്ന് പെട്ടെന്ന് സ്വിച്ച് ചെയ്യാൻ നേരത്ത് വണ്ടി ഇച്ചിരി ബൾക്കി വണ്ടിയാണ്. ആൻഡ് ഇറ്റ് കംസ് വിത്ത് ദ സെയിം എഞ്ചിൻ ആസ് റിറ്റ്സ്. ആൻഡ് റിറ്റ്സിന്റെ എഞ്ചിൻ കുറച്ചുകൂടെ റിഫൈൻമെന്റ് കുറവായതുകൊണ്ട് തന്നെ ഭയങ്കര പവർഫുൾ ആയിട്ട് ഫീൽ ചെയ്യും. ഭയങ്കര വെയിറ്റ്ലെസ് ആയതുകൊണ്ട് വണ്ടി ഭയങ്കര പവർഫുൾ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങോട്ട് വരാത്ത ഈ ഒരു വണ്ടിയിലോട്ട് വരാൻ നേരത്ത് യു വോണ്ട് ഗെറ്റ് ദാറ്റ് മച്ച് പവർ. ആൻഡ് ഔട്ട്റൈറ്റ് പവർ നമുക്ക് കിട്ടത്തില്ല. സെയിം എഞ്ചിൻ തന്നെ ആണെങ്കിൽ പോലും ഇത് കുറച്ചുകൂടെ ലീനിയർ ആയിട്ടാണ് ഇതിന്റെ പവർ ഡെലിവറി മാരുതി കൊടുത്തേക്കുന്നത്. സോ അത്രയൊക്കെ തന്നെയാണ് നമുക്ക് ഈ ഒരു വണ്ടി സെക്കൻഡ് ഹാൻഡ് എടുക്കാൻ നേരത്ത് നോക്കേണ്ട കാര്യങ്ങൾ. പിന്നെ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന കാര്യങ്ങൾ തന്നെ. വണ്ടി ഇടിച്ച വണ്ടികൾ നോക്കരുത്, വണ്ടി ക്ലച്ച് കംപ്ലൈന്റ് ഉള്ള വണ്ടി നോക്കരുത്. ക്ലച്ചിന്റെ കാര്യം മെയിൻ ആയിട്ട് നോക്കുക.
ഡീസൽ വണ്ടി ആവാൻ നേരത്ത് 1 lakh കിലോമീറ്റർ ക്ലച്ചിൽ നല്ലൊരു പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പം ക്ലച്ച് കുറവുള്ള വണ്ടിയാണെങ്കിൽ ഒന്നെങ്കിൽ ക്ലച്ച് മാറിയതിനു ശേഷം ആ ഒരു പൈസ നിങ്ങൾ അതിൽ നിന്ന് കുറച്ചിട്ട് ക്ലച്ച് മാറാനുള്ള പൈസ വേണം എന്നുള്ള രീതിയിൽ ക്ലച്ച് മാറിയതിനു ശേഷം യൂസ് ചെയ്യുക. അതല്ലെങ്കിൽ ക്ലച്ചൊക്കെ ഉള്ള വണ്ടിയാണോ അല്ലെങ്കിൽ ക്ലച്ചിന് സർവീസ് കഴിഞ്ഞാണോ, ക്ലച്ച് ചേഞ്ച് ചെയ്ത വണ്ടിയാണെങ്കിൽ ക്ലച്ച് നോക്കിയെടുക്കുക. ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അറൗണ്ട് ഒരു 13, ഐ ഡോണ്ട് നോ, ലൈക്ക് 10, എനിക്കതിനെ മറന്നു വന്നിട്ടില്ല, അറൗണ്ട് ഒരു 10,000 റുപ്പീസിനകത്തായിരിക്കും ക്ലച്ചിന്റെ ഒരു പണി വരുന്നത്. അത് മാറിക്കഴിഞ്ഞാൽ ഗുഡ് as ന്യൂ, എവിടെ വേണമെങ്കിലും പോവാം. പിന്നെ രസമാണ് ഓടിച്ചടക്കം, ഒരു പയ്യൊക്കെ ഓടിച്ചിടന്ന് നല്ല മൈലേജ് കിട്ടും കേട്ടോ. അത് ZDI പ്ലസ് ഓടിച്ചിട്ടുണ്ട്, LDI ഓടിച്ചിട്ടുണ്ട്, VDI ഓടിച്ചിട്ടുണ്ട്, എല്ലാ വണ്ടിക്കും നല്ല മൈലേജ് ആണ്. പെട്രോളിന്റെ കാര്യം ഞാൻ പറയുന്നില്ല, ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് പെട്രോൾ. പെട്രോൾ എടുക്കണോ എന്ന് ചോദിച്ചാൽ ദാറ്റ് ഔട്ട്റൈറ്റ് പവർ നിങ്ങൾക്ക് വേണം. ഒരു വലിയ വണ്ടി കോമ്പാക്ട് SUVക്ക് അത് ഔട്ട്റൈറ്റ് കാല് കൊടുത്ത് കയറി പോകണം എന്നുള്ളൊരു രീതിയിലാണെങ്കിൽ യു ക്യാൻ ചൂസ് ദി 1.5 K15 എഞ്ചിൻ വരുന്ന വിത്ത് ബ്രസ എടുക്കാം. പെട്രോൾ എഞ്ചിൻസ് ആർ റിയലി നൈസ്. ഭയങ്കര ഫൺ ടു ഡ്രൈവ് ആണോ എന്ന് ചോദിച്ചാൽ ലൈക്ക് സ്ട്രേറ്റ് ലൈൻ ഫൺ ആണ്, നോട്ട് ഓൺലി കോർണേഴ്സ് ആൻഡ് ഔട്ട്, ബിക്കോസ് ഇറ്റ്സ് എ ബോക്സി കാർ. അതുകൊണ്ട് സ്ട്രേറ്റ് ലൈൻ ഫൺ ഉണ്ട്. തേർഡ് ഗിയർ എന്ന് വെച്ചാൽ ഭയങ്കര ഫണ്ണാണ്. തേർഡ് ഗിയറിൽ ഇങ്ങനെ കയറി പോകും. 1.5, it's the same engine that comes in the Jimny, your Jimny കാറിന് ജിംനിക്കകത്ത് വരുന്ന അതേ K15 എഞ്ചിനാണ്. പക്ഷെ ജിംനിക്കകത്ത് കുറച്ചൊരു ട്യൂണിങ്, ഒരു ഓഫ് റോഡ് സെൻട്രിക് ആയിട്ട് പോയിട്ടുണ്ട്. ജിംനിക്കകത്ത് 4x4ന്റെ 4x4 മെക്കാനിസത്തിന്റെ സാധനങ്ങളൊക്കെ ബാക്കി ഗിയറിംഗ് ഒക്കെ വരുന്നതുകൊണ്ട് ജിംനിക്കകത്ത് അതിനകത്തൊരു പവർ പൊടിക്ക് കമ്മിയാണ്. പക്ഷെ ബ്രസയിലോട്ട് വരാൻ നേരത്ത്, പെട്രോളിനകത്തോട്ട് വരാൻ നേരത്ത് ഇറ്റ്സ് റിയലി പവർഫുൾ. 1.5 Brezza is really powerful. നമ്മുടെ നാട്ടിൽ കൂടെ ഇങ്ങനെ ഓടിച്ചിടക്കാൻ സത്യം പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ആണ് വേണ്ടത്. ആൻഡ് ദ ന്യൂ Brezzas are coming in automatic also, but I don't suggest those cars. 2025 cars ഒക്കെ ഓട്ടോമാറ്റിക് ഉണ്ട്, 5 speed. നമ്മൾ പ്രീ ഓൺ കാർസ് എടുക്കാൻ നേരത്ത് വാല്യൂ ഫോർ മണി നോക്കി എടുക്കുമ്പോൾ എപ്പോഴും ഒരു 20 മുമ്പ്, 18 ശേഷം അല്ലെങ്കിൽ ഒരു 17 ശേഷം ഉള്ള വണ്ടികൾ നോക്കിയെടുത്താൽ ഒരുപാട് ഓടാത്ത അത്യാവശ്യം നമ്മുടെ ബഡ്ജറ്റിനകത്ത് നിൽക്കുന്ന കാറുകൾ കിട്ടുകയും ചെയ്യും. ഇനി നമുക്ക് ഈ വണ്ടിയിൽ വേറെ ഒരു ചാനലിലും കിട്ടാത്ത കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് വെക്കാം. അപ്പം കുറച്ച് നാളുകൊണ്ട് ഞാൻ ഇതിനകത്ത് ഓടിച്ചു. ഇത് കുറെ നാൾ കൊണ്ടു നടന്നിട്ടുണ്ട്, പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്, പല ക്ലൈമറ്റിക് കണ്ടീഷൻസിൽ ഞാൻ ഈ വണ്ടി ഓടിച്ചതുകൊണ്ട് നമുക്ക് ഈ വണ്ടിയിൽ കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഈ വണ്ടി ഫോഗ് അടിക്കും. ബാക്കിയുള്ള കാറുകളെ കണക്കല്ല, ഈ വണ്ടിക്കകത്ത് ഫോഗിങ് ഭയങ്കര കൂടുതലാണ്. ആൻഡ് സെക്കൻഡ് തിങ്, ഈ ഫോഗ് അടിച്ചാൽ പിന്നെ നമ്മൾ എത്ര മറ്റേ ഹീറ്റ് അടിച്ചാലും ഒന്നും ഇത് പോകാൻ ഭയങ്കര പാടാണ്. അപ്പം ആ ഒരു പ്രശ്നമുണ്ട്. ഇത് തണുപ്പുള്ള സമയത്തുള്ള പ്രശ്നം. ഇനി നമുക്ക് ചൂടുള്ള സമയത്തുള്ള പ്രശ്നം പറയാം. ചൂടല്ല, നല്ല വെയിലുള്ള സമയത്തുള്ള പ്രശ്നം പറയാം. വെയിലുള്ള സമയത്തുണ്ടല്ലോ, ഈ ഡാഷ്ബോർഡ് ഭയങ്കര റിഫ്ലക്റ്റീവ് ആണ്. ഡാഷ്ബോർഡ് റിഫ്ലക്ട് ചെയ്തിട്ട് നമ്മുടെ വിൻസ്ക്രീനിനകത്ത് നമുക്ക് കാണാൻ പറ്റും. വിൻഷീൽഡിനകത്ത് ആ റിഫ്ലക്ഷൻ അടിക്കും. അപ്പം നല്ല വെയിലുള്ള സമയത്ത് നട്ടുച്ചയ്ക്കൊക്കെ നമ്മൾ അതിലെ കൂടെ പോവുകയാണെങ്കിൽ ആ റോഡിന്റെ റിഫ്ലക്ഷൻ ഡാഷ്ബോർഡിൽ അടിച്ച്, ഡാഷ്ബോർഡ് റിഫ്ലക്ട് ചെയ്ത് കണ്ണാടിയിലടിച്ച്, ഫ്രണ്ടിലത്തെ കണ്ണാടിയിലടിച്ച് നമുക്ക് ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരു വിഷൻ ആയിരിക്കും വണ്ടിയിൽ നിന്ന് കിട്ടുന്നത്. അത് ഒഴിവാക്കാൻ ഒരു നീല കണ്ണാടി ഇട്ടാൽ അത് മാറി കിട്ടും. നീല ഷെയ്ഡ് വരുന്ന കണ്ണാടി ഇട്ടാൽ അത് മാറി കിട്ടും. ഓക്കെ, അതൊരു വലിയ പോയിന്റ് ആണ്. പിന്നെ ഭയങ്കര വെറൈറ്റി, വിയേർഡ് ആയിട്ടുള്ള പ്രോബ്ലം ഉണ്ട്. 4 ഡോറും അടച്ചു വെച്ചേക്കുമെന്ന് വെച്ചാൽ 4 വിൻഡോയും ക്ലോസ്ഡ് ആയിട്ടുള്ള സമയത്ത് വണ്ടിയുടെ ഡോർ അടയ്ക്കാൻ ഭയങ്കര പാടാണ്. ഭയങ്കര ശക്തി വേണം. ഒന്നാമത് ഈ സാധനം എന്താ ഇവിടെ പിടിവരുന്നതുകൊണ്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ലെവറേജ് കിട്ടത്തില്ല. ഇവിടുന്ന് വലിച്ചടയ്ക്കാനുള്ള ലെവറേജ് കിട്ടത്തില്ല. വെളിയിൽ നടക്കാൻ നേരത്ത് കുഴപ്പമില്ല, അകത്ത് കിട്ടടയ്ക്കാൻ നേരത്ത് ഇവിടെ ആയിട്ട് പിടി വരുന്നെങ്കിൽ കുഴപ്പമില്ല, ഹാൻഡിൽ വരുന്ന ഇവിടെ ആണെങ്കിൽ വലിയ കുഴപ്പമില്ല, നമുക്ക് ഇവിടുന്ന് പിടിച്ചടയ്ക്കാൻ എളുപ്പമാണ്. ഇങ്ങനെ ഈ കൈ വെച്ച് തുറന്നതിന് ശേഷം ഈ കൈ വെച്ച് പിടിച്ചടയ്ക്കാം, എങ്ങനെയും ചെയ്യാം. പക്ഷെ ഇവിടെ കൊണ്ടുവച്ചത് വളരെ ഒരു മണ്ടൻ ഡിസൈനാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര പാടാണ് അടയ്ക്കാൻ. ആ സ്പീഡ് നമുക്ക് കിട്ടത്തില്ല, ടോർക്ക് കിട്ടത്തില്ല. പ്ലസ് ഈ വണ്ടിയിലെ ഗ്ലാസ് എല്ലാം കയറ്റിയിട്ടേക്കുന്ന സമയത്ത് എയർ കോളം വണ്ടിക്കകത്ത് നിന്നിട്ട് വണ്ടിയുടെ ഡോർ അടയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളൊന്ന് വലിച്ചടയ്ക്കേണ്ടി വരും. 1-2 പ്രാവശ്യം വലിച്ചടയ്ക്കണം. ഞാൻ ഒന്ന് വേണമെങ്കിൽ കാണിച്ചു തരാം. ഒരു വിയേർഡ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. വേറെ വണ്ടികൾക്കൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടുമില്ല അങ്ങനത്തെ ഇഷ്യൂ ഉണ്ടായതായിട്ട്. സൂക്ഷിച്ച് തുറക്കണം, ബാക്കി വണ്ടിയുണ്ട്. ഓക്കെ, തുറന്നു. ഈ ഒരു ഫോഴ്സിൽ അടച്ചില്ലെങ്കിൽ ഡോർ അടയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സാധാരണ വണ്ടിയിൽ അടയ്ക്കുന്ന ഫോഴ്സ് അടച്ച് കാണിച്ചു തരാം. കണ്ടോ, അടഞ്ഞിട്ടില്ല, തിരിച്ച് വൈബ്രേറ്റ് ചെയ്ത് പോകും. നമ്മൾ ഏത് വണ്ടി എടുത്താൽ പോലും, ഒരു സാധാ ഓൾട്ടോയ്ക്കകത്താണെങ്കിൽ പോലും ചെറിയൊരു ഫോഴ്സിൽ അടച്ച വണ്ടി അടയും. പക്ഷെ ഇതേ ഫോഴ്സിൽ ഞാൻ ഒന്നുകൂടെ അടച്ച് കാണിച്ചു തരാം. ഒരു ശകലം ഗ്ലാസ് താത്തു, അതിനുശേഷം അടച്ചു. ആ ഡിസ്റ്റൻസ് തന്നെ അടയുകയും ചെയ്യും.
ഈ ഗ്ലാസ് പൊങ്ങിക്കിടന്നാൽ ആ എയർകോളം കാരണം ഇത് ഈ വണ്ടിക്ക് മാത്രമല്ല മിക്ക ബ്രസയ്ക്കുള്ള ഒരു പ്രശ്നമാണ്. എയർകോളം കാരണം ഗ്ലാസ് അടയാൻ ഉള്ള ബുദ്ധിമുട്ട്. ഓക്കെ, ഇതൊക്കെ വേറൊരു ചാനലിൽ നിങ്ങൾക്ക് കിട്ടത്തില്ല കേട്ടോ. അപ്പം ഇതുവരെ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഐ ഹോപ്പ് യു ഗൈസ് ഓൾ ലൈക്ക് ദിസ് വീഡിയോ ആൻഡ് പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഇഷ്യൂസ് ഒക്കെയാണ് ഈ ഒരു വണ്ടിക്കുള്ളത് ആൻഡ് യു ഹാവ് ടു ലീവ് വിത്ത് ഇറ്റ്. അല്ലാതെ അതിനകത്ത് ഇത് മാറ്റാനൊരു വഴിയില്ല. അപ്പം ബോക്സി ഡിസൈൻ ആണെങ്കിൽ ആ റിഫ്ലക്ഷൻ മാറും. അത് കുറച്ച് സ്ലാൻഡിങ് ആയിട്ടാണ് അവിടെ റിഫ്ലക്ഷൻ വരുന്നത്. പിന്നെ റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് ആണ് അത് യൂസ് ചെയ്യുന്നത്. പ്ലാസ്റ്റിക് ക്വാളിറ്റി ഈസ് നോട്ട് സോ ഗുഡ്. പിന്നെ നമ്മള് ഇതൊക്കെ നോക്കിയെടുക്കുക. അതൊക്കെ ഒരുപാട് വോൺ ഔട്ട് ആയ പ്ലാസ്റ്റിക് ആണെങ്കിൽ അങ്ങനത്തെ വണ്ടി എടുക്കാതിരിക്കുക. കോസ്മെറ്റിക്കലി അബ്യൂസ്ഡ് ആയിട്ടുള്ള വണ്ടി ഒരിക്കലും എടുക്കാത്തതാണ് നല്ലത്. നല്ലൊരു പോളിഷിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് നീറ്റ് ആയിട്ടുള്ള വണ്ടികൾ മാത്രം നോക്കുക. കാരണം ഇതിനൊക്കെ ഇനി എത്ര നമുക്ക് റീപെയിന്റ് ചെയ്ത് അല്ലെങ്കിൽ എത്ര റീഫർബിഷ് ചെയ്തെടുക്കാന്ന് വെച്ചാലും ആ ഒരു ക്വാളിറ്റി കിട്ടത്തില്ല. സോഫ്റ്റ് ടച്ച് കാര്യങ്ങളൊന്നുമല്ല, ഹാർഡ് വെയറിംഗ് പ്ലാസ്റ്റിക് ആണ്. നല്ല രീതിയിൽ സ്ക്രാച്ച് ആവും. അപ്പം പിള്ളേരൊക്കെ ഉള്ള വീട്ടിലൊക്കെ ആണെങ്കിൽ ഇതൊക്കെ നല്ല സ്ക്രാച്ച് ആവും. പിന്നെ ഈ കൈ ഇടയിലോട്ട് കേട്ടുന്ന ഈ ഭാഗമൊക്കെ ഇല്ലേ, ഇവിടെയൊക്കെ നല്ല രീതിയിൽ സ്ക്രാച്ച് ആവും. ടിപ്പിക്കൽ മാരുതി തിങ്സ്. ഇവിടെ സോഫ്റ്റ് ടച്ചും കാര്യങ്ങളൊന്നും വരുന്നില്ല. ആൻഡ് ന്യൂ മാരുതീസ് ആർ കമ്മിങ് വിത്ത് ഓൾ ദിസ്. വിത്താര ബ്രസയ്ക്കകത്ത്, വിത്താര ഗ്രാൻഡ് വിത്താരയ്ക്കകത്ത് വരുന്നുണ്ട്. പിന്നെ പുതിയ ബ്രസയ്ക്കകത്ത് വരുന്നുണ്ട്. പക്ഷെ ടോർക്ക് വേണം നിങ്ങൾക്കൊരു SUV ആണ് കൊണ്ട് നടക്കുന്നത് എന്നൊരു ഫീല് വേണമെങ്കിൽ യു ക്യാൻ ചൂസ് ദി ദിസ് വൺ, ഡീസൽ വൺ. ആൻഡ് ഡീസൽസ് ആർ ദ വൺ ടു ഹാവ് ഫൺ വിത്ത്. അപ്പൊ ഇത്രയൊക്കെ തന്നെയാണ് ഒരു പ്രീ ലൗഡ് അല്ലെങ്കിൽ പ്രീ ഓൺ വിത്താര ബ്രസയുടെ വിശേഷം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കൂടുതൽ കമന്റ്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഐഡിയാസ് ഉണ്ടെങ്കിൽ, ഈ വണ്ടിയെ കുറിച്ച് അറിയാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഹെൽപ്പ് മീ ആൻഡ് ഹെൽപ്പ് മൈ വ്യൂവേഴ്സ് ഇൻ ദിസ് ചാനൽ വിത്ത് യുവർ വാല്യുബിൾ കമന്റ്സ്. ആൻഡ് ഈ ചാനൽ കാണുന്നവരൊക്കെയാണെങ്കിൽ അറിയാം, നമ്മൾ SD-യുടെ കുറെ വീഡിയോസ് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അതർ ബൈക്സ് ഓൾസോ, റോയൽ എൻഫീൽഡിന്റെ ബൈക്കിന്റെ കുറെ വീഡിയോസ് എല്ലാം നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇത്രയും നേരം നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. Please do like and share and show some love in the form of likes and comments. Bye bye. Oh,